നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പല പുതിയ ആളുകളെയും 2026 തെരഞ്ഞെടുപ്പിൽ CPM പരീക്ഷിക്കും എന്നുള്ള സൂചനകൾ ആ പാർട്ടിയിൽ നിന്നും പല തവണകളായി ലഭിക്കുന്നുണ്ട്. അത് എത്തരത്തിലുള്ള ആളുകളെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വലിയ നിശ്ചയമൊന്നുമില്ല. എങ്കിലും അത്യാവശ്യം ജനപിന്തുണയുള്ള, ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള നേതാക്കൾ വീണ്ടും മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിലാണ് CPM നേതൃത്വം. എന്നാൽ അതിനിടയിൽ ചില പരീക്ഷണങ്ങൾ കൂടി നടത്തുന്നുണ്ട്. CPMൽ ഏറ്റവും അധികം ആദരിക്കപ്പെട്ട നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. CPM അണികൾക്കെല്ലാം വളരെയേറെ താല്പര്യവും ബഹുമാനമുള്ള നേതാവാണ് കോടിയേരി. പിണറായി പോലെ കടുംപിടുത്തമൊന്നുമില്ല. എല്ലാവരും വളരെ സൗമ്യമായി ഇടപഴകും. നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള ഒരു പേരുള്ളയാളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ സമീപിക്കാം. വളരെ നന്നായി ഇടപഴകും. യാതൊരു അഹങ്കാരവും ഒരിക്കലും പുറത്തു കാണിക്കുകയില്ല. പിണറായി എന്താണോ അതിൻ്റെ നേരെ എതിരാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് കോടിയേരിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു പാർട്ടി നേതാക്കൾക്കും പാർട്ടിയുടെ അനുഭാവികൾക്കും മറ്റുള്ളവർക്കും എല്ലാം താല്പര്യം. എന്നാൽ നിർഭാഗ്യവശാൽ കോടിയേരി ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹം അന്തരിച്ചു. എന്നാൽ മറ്റൊരു ചിന്ത ഇപ്പോൾ CPMൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കോടിയേരിയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചാൽ കണ്ണൂരിലെ ഒരു സീറ്റിൽ അത് പ്രയോജനം ചെയ്യുമോ? അങ്ങനെയൊരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. തലശ്ശേരി സീറ്റിലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തലശ്ശേരി സീറ്റ് സ്പീക്കർ ഷംസീറിന് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് CPMൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. കാരണം തലശ്ശേരിയിൽ നിന്ന് ഷംസീറിനെ മാറ്റണ്ട എന്നുള്ള നിലപാട് CPM നേതൃത്വം എടുത്തു. അപ്പോൾ കണ്ണൂരിലെ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് കോടിയേരിയുടെ കുടുംബത്തിലെ, പ്രത്യേകിച്ച് ബിനീഷ് കോടിയേരിയെ പോലെയുള്ള പാർട്ടി പരിചയമുള്ള ആരെയെങ്കിലും മത്സരിപ്പിച്ചാലോ എന്നുള്ള ആലോചന CPMനുള്ളിൽ നടക്കുന്നുണ്ട്. ബിനീഷ് കോടിയേരിയെ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും നല്ലൊരു സീറ്റിൽ നിന്ന് മത്സരിപ്പിച്ചാൽ അദ്ദേഹം വിജയിക്കുമെന്നും കോടിയേരിയോടുള്ള താല്പര്യവും കോടിയേരിയോടുള്ള സ്നേഹവും ബഹുമാനവുമെല്ലാം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ CPM വിശ്വസിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സീറ്റ് കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റാണ്. UDFൻ്റെ ഉറച്ച സീറ്റാണ്. K. സുധാകരൻ മത്സരിച്ച് ജയിക്കാറുള്ള സീറ്റാണ്. അതിനു മുമ്പ് N. രാമകൃഷ്ണനെ പോലെയുള്ള ആളുകൾ മത്സരിച്ച് ജയിച്ച സീറ്റാണ്. കണ്ണൂരിൽ പൊതുവെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നിയോജക മണ്ഡലം ഒരു UDF സീറ്റായിട്ടാണ് അറിയപ്പെടുന്നത്. അവിടെ ബിനീഷ് കോടിയേരിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്താനെന്തിയാൽ എന്നുള്ളൊരു ആലോചന CPMൽ ഉണ്ടെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ആ വിവരത്തിൻ്റെ ആധികാരികത എത്രയുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ നിർവചിക്കാറായിട്ടില്ല. പക്ഷേ എന്നാലും ബിനീഷ് കോടിയേരിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ കണ്ണൂർ പോലുള്ള ഒരു സീറ്റ് നിലനിർത്താൻ അല്ലെങ്കിൽ പിടിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ സ്പീക്കർ ഷംസീറിനെ കണ്ണൂരിലേക്ക് മാറ്റിയിട്ട് തലശ്ശേരി കൊടുക്കാമോ ബിനീഷ് കോടിയേരിക്ക്? ഇത്തരത്തിലുള്ള ചില ചർച്ചകളാണ് ഇപ്പോൾ CPMലെ കണ്ണൂർ ലോബിയിൽ നിന്ന് കേൾക്കുന്നതെന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിലൊരു പൂർണ്ണ തീരുമാനമോ അല്ലെങ്കിൽ പൂർണ്ണമായുള്ള ചർച്ചകളോ ഒന്നും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും കോടിയേരിയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പല ഭാഗത്തു നിന്നായി ഉയർന്നു വരുന്നുണ്ട്. കോടിയേരിക്കുള്ള ജനപിന്തുണയും അല്ലെങ്കിൽ കോടിയേരിക്ക് കണ്ണൂരിലെ പാർട്ടിയിലുള്ള സ്വാധീനവും അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള നേതാക്കളുമൊക്കെയാണ് അവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ കോടിയേരിയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചാൽ അത് നല്ല കാര്യമായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ബിനീഷ് കോടിയേരി മത്സരിക്കുമോ എന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ച ചില ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ CPM അതൊന്നും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായി എന്തെങ്കിലും പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തരം ചില പരീക്ഷണങ്ങൾ CPM വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പരമാവധി സീറ്റുകൾ ജയിക്കുക എന്നുള്ളത് മാത്രമാണ് 2026 തെരഞ്ഞെടുപ്പിൽ CPMന്റെ ലക്ഷ്യം. കാരണം ഭരണം അങ്ങനെ UDFന് വിട്ടുകൊടുക്കാൻ CPM ഏതായാലും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ബിനീഷ് കോടിയേരി സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്.